ഇവിടുന്ന് ഏകദേശം 300 മീറ്ററോളമാണ് മണ്ണിടിച്ചിലിൻ്റെ ആഘാതമുണ്ടായത്. അർജുൻ്റെ വാഹനത്തിനൊപ്പം നിർത്തിയിട്ടിരുന്ന ഒരു ടാങ്കർ ലോറി ഇവിടുന്ന് ഏകദേശം 200 മീറ്ററോളം അകലത്തിൽ നിന്നാണ് കിട്ടിയത്. മണ്ണിടിച്ചിലിൽ വലിയ വലിയ പാറക്കഷ്ണങ്ങളും കല്ലും മണ്ണുമൊക്കെ അത്രയധികം ഫോഴ്സിലാണ് ഇടിഞ്ഞു വീഴുന്നത്. എങ്ങനെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത്? ഹില്ലി ഏരിയാസിലെ മണ്ണും കല്ലും പാറകളുമെല്ലാം അവയുടെ സ്വാഭാവിക ഘടനയ്ക്ക് ഇളക്കം തട്ടുമ്പോൾ അല്ലെങ്കിൽ അസ്ഥിരപ്പെടുമ്പോൾ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ താഴേക്ക് വീഴുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. ഹെവി റെയിൻ കാരണം സോയിൽ ലൂസായി ഫ്രിക്ഷൻ കുറയുന്നതും എർത്ത് ക്വേക്സും ഡിഫോറസ്റ്റേഷനും എന്തിന് ഡീപ്പ് എക്സ്കവേഷൻ ബോംബിംഗ് പോലെയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് വരെ ലാൻഡ് സ്ലൈഡ്സിന് കാരണമാകാം. ഇവിടെ വില്ലനായിരിക്കുന്നത് കനത്ത മഴയും നാഷണൽ ഹൈവേക്ക് വേണ്ടി മല ഇടിച്ചു നിരത്തിയതുമാവാം. ഒരു ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. ഇവിടെയാണ് കർണാടക ഗവൺമെൻറ് ഒരിക്കലും ക്ഷമിക്കാനാവാത്ത വീഴ്ച വരുത്തിയത്. പക്ഷേ അതിനുള്ളിൽ അകപ്പെട്ടത് ഒരു മലയാളിയായിരുന്നു. പെട്ടിമുടിയും മഹാപ്രളയവും അതിജീവിച്ചവരാണ് നമ്മൾ. ഒരു നായ്ക്കുട്ടി കിണറ്റിൽ അകപ്പെട്ടാൽ പോലും ഫയർഫോഴ്സ് പാഞ്ഞെത്തുന്ന കേരളമാണിത്. കേരള സർക്കാരിൻ്റെയും മലയാള മാധ്യമങ്ങളുടെയും മലയാളികളുടെയും പ്രശംസനീയമായ ഇടപെടൽ മൂലം ലോങ് ബൂം എക്സ്കവേറ്റർ, റേഡിയോ ഫ്രീക്വൻസി സ്കാനർ, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ പോലെയുള്ള ഹൈ എൻഡ് ടെക്നോളജീസാണ് അർജുന് വേണ്ടി നമ്മൾ രംഗത്തിറക്കിയത്. അർജുൻ്റെ തിരിച്ചുവരവിനായി കേരളത്തോടൊപ്പം മെൻഡർ ബിയും പ്രാർത്ഥനയിലാണ്.